തൃശൂർ ഡെപ്യൂട്ടി മേയറെ അയോഗ്യയാക്കാൻ ഓംബുഡ്സ്മാൻ നോട്ടീസ്. കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ നൽകാതെ കോർപ്പറേഷന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന ആരോപണത്തിലാണ് ഓംബുഡ്സ്മാൻ ഇടപെട്ടത്. ഇടത് കൗൺസിലർമാരായ ML റോസിയും അജിത ജയരാജനും 35 ലക്ഷം രൂപയും മുൻ സെക്രട്ടറി KM ബഷീർ 35 ലക്ഷം രൂപയും കെട്ടിവെക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ജസ്റ്റിസ് PS ഗോപിനാഥൻ്റേതാണ് ഉത്തരവ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഓംബുഡ്സ്മാൻ ഈ വിഷയത്തിൽ ഇടപെടാനിടയായ സാഹചര്യം എന്താണ്? ഡെപ്യൂട്ടി മേയർക്ക് പുറത്തു പോകേണ്ടി വരുമോ? വിജയകുമാർ, ഈ മാസം 1-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ ഉത്തരവ് കോർപ്പറേഷൻ ഇടപെട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപണം. എന്തായാലും ഈ തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ ഒരു കൗൺസിലറുടെ ഭൂരിപക്ഷത്തിലാണ് നിലവിൽ ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ രാജിവെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഭരണപ്രതിസന്ധിയിലേക്ക് പോകും. അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 1 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിരിക്കുന്നത്. 1000 ലിറ്റർ വെള്ളത്തിന് 99 രൂപ വച്ച് ഒരു ആൾ ടെൻഡർ സമർപ്പിക്കുന്നു. ഈ ടെൻഡർ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഇട്ടിട്ട് പോലും അതിനു മുൻപ് കരാർ എടുത്തിരുന്ന ആൾക്ക്, കരാറുകാരന് ഈ കരാർ നീട്ടി നൽകിക്കൊണ്ടാണ് ഈ 1 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ 1 കോടി രൂപ നഷ്ടം വരുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുൻ കോർപ്പറേഷൻ മേയറായിട്ടുള്ള അജിത ജയരാജൻ, അതുപോലെ തന്നെ ഇടത് കൗൺസിലറായിട്ടുള്ള ML റോസി എന്നിവർക്കെതിരെ ഇപ്പോൾ ഈ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇവരെ അയോഗ്യരാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഓംബുഡ്സ്മാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഈ ഉത്തരവ് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ CPM നേതൃത്വവുമായി എല്ലാം ഇവർ ചർച്ചകൾ നടത്തി. ഇപ്പോൾ രാജിവെച്ചാൽ അതൊരു ഭരണപ്രതിസന്ധിയിലേക്ക് പോകുമെന്നും രാജിവെക്കേണ്ടതില്ല എന്നുള്ളതുമാണ് CPM ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജനതാദളിന്റെ കൗൺസിലറാണ് ഈ ML റോസി. എന്തായാലും വലിയൊരു ഭരണപ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. ഇന്ന് ചേർന്ന കോർപ്പറേഷൻ കൗൺസിലടക്കം കനത്ത പ്രതിഷേധം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഡെപ്യൂട്ടി മേയർ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് ഈ പ്രതിപക്ഷ കൗൺസിലർമാർ പോയത്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഡെപ്യൂട്ടി മേയറെ പുറത്താക്കണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. വിജയകുമാർ, ഇത് സൂരജ്, അസാധാരണ സ്ഥിതിവിശേഷം ഭരണപ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി സങ്കീർണമായി പ്രതിസന്ധിയിലേക്ക് പോകുമോ കാര്യങ്ങൾ? നിയമ വഴി തേടേണ്ടി വരുമോ? എന്താണ് ഇക്കാര്യത്തിൽ CPM-ന്റെ വിലയിരുത്തൽ, നിലപാട്? വിജയകുമാർ, ഇതുവരെയും ഈ കോടതിയെ സമീപിക്കാനുള്ള നടപടികളിലേക്ക് ഡെപ്യൂട്ടി മേയറോ അല്ലെങ്കിൽ മുൻ മേയറോ ഒന്നും നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ CPM നേതൃത്വവുമായി മുൻ മേയർ അജിത ജയരാജൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ ഇവർക്ക് CPM നേതൃത്വം നിർദ്ദേശം നൽകിയതായും ഇപ്പോൾ നമുക്കൊരു വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അജിത ജയരാജൻ തന്നെ വരും ദിവസങ്ങളിൽ ഈ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഭരണപ്രതിസന്ധിയിലേക്ക് പോകും. കാരണം ഈ കോൺഗ്രസിന്റെ വിമതനായി മത്സരിച്ച കൗൺസിലറെ കൂടി ചേർത്തുകൊണ്ടാണ് ഇവിടെ തൃശ്ശൂരിൽ LDF ഈ ഭരണം പിടിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ സ്വാഭാവികമായും ഒരു കൗൺസിലർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ ഭരണപ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം LDF നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ വിഷയത്തിൽ സങ്കീർണമാണ് സാഹചര്യം. അതിൽ ഏറ്റവും പ്രധാനം ഇടത് കൗൺസിലർമാരായ 2 പേർ ML റോസിയും അജിത ജയരാജനും 35 ലക്ഷം രൂപ വീതം കെട്ടിവെക്കണം. അതുപോലെ മുൻ സെക്രട്ടറി KM ബഷീറും 35 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസ് PS ഗോപിനാഥനാണ് ആ ഉത്തരവിട്ടിരിക്കുന്നത്. അത് പാലിക്കണമോ, അതിൽ എന്തൊക്കെ തുടർ നടപടികൾ വേണം എന്നതിൽ തീരുമാനമുണ്ടായിട്ടില്ല. ഡെപ്യൂട്ടി മേയറുടെ രാജി ആവശ്യപ്പെടുകയാണ് അവിടെ പ്രതിപക്ഷം. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.